കാളകളെ പരിശീലിപ്പിക്കുന്ന ഒരു ഫാമിലാണ് കഥ തുടങ്ങുന്നത്. അക്കൂട്ടത്തിലെ കുട്ടിക്കാളയായിരുന്നു ഫെർഡിനൻഡ്. അവന് പക്ഷേ പോരിനോടൊന്നും താല്പര്യമില്ല. മറിച്ച് പൂക്കളോടും പൂമ്പാറ്റകളോടും ഒക്കെയാണ് ഫെർഡിക്ക് ഇഷ്ടം കൂടുതൽ. ഇതിന്റെ പേരിൽ അവന്റെ കൂട്ടത്തിലുള്ള വാലന്റൈൻ, ബോൺസ്, ഗോപ്പ് എന്നീ 3 കാളക്കുട്ടികളും അവനെ കളിയാക്കുമായിരുന്നു. കാളകൾ ജനിക്കുന്നത് തന്നെ പോരിന് പങ്കെടുത്ത് വിജയിക്കാനാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകൂ എന്ന് അവര് പറയുമ്പോൾ ഫെർഡി പക്ഷേ ഞാൻ നട്ടുനനച്ചുണ്ടാക്കുന്ന പൂക്കളിൽ പൂ വിരിയുമ്പോഴാണ് എനിക്ക് സന്തോഷം ലഭിക്കുക എന്ന് മറുത്തു പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫാമിലേക്ക് കാളപ്പോരിനുള്ള കാളകളെ സെലക്ട് ചെയ്യാൻ ആളുകൾ വരാറുണ്ട്. ഇപ്പോ കൂട്ടത്തിൽ ഉഷിരർ എന്ന് പറയുന്നത് ഫെർഡിയുടെയും വാലന്റൈന്റെയും ഒക്കെ അച്ഛന്മാരാണ്. അവര് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും നല്ല ഉഷിരൻ കാളയെ സെലക്ട് ചെയ്തിട്ട് പോരിനായിട്ട് കൊണ്ടുപോകും. ഇത്തവണ സെലക്ട് ചെയ്യുന്നത് ഫെർഡിയുടെ അച്ഛനെയായിരുന്നു. എന്നാൽ തന്റെ മകന് ഇത്തരത്തിൽ പോരിന് താല്പര്യമില്ല എന്നറിയുമ്പോഴും റാഫേൽ പക്ഷേ മകന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് തന്നെയാണ് പറയുന്നത്. കുറച്ചധികം പേടിയോടെ ഫെർഡി അങ്ങനെ അച്ഛനെ യാത്രയാക്കുന്നു. ഫെർഡിയുടെ അച്ഛൻ ജയിച്ചതിലുള്ള ദേഷ്യം വാലന്റൈനും അവന്റെ അച്ഛനും ചേർന്ന് അവന്റെ ചെടി നശിപ്പിച്ചിട്ടാണ് തീർക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വരാതിരുന്നപ്പോൾ ഫെർഡിക്ക് അച്ഛൻ പോരിൽ തോറ്റുപോയി എന്ന് മനസ്സിലാവുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താനും ഇതേ അവസ്ഥയിൽ എത്തുമെന്ന് പേടിച്ച് ഫെർഡി അന്ന് തന്നെ ഈ ഫാമിൽ നിന്ന് ഓടിപ്പോകുന്നു. അവൻ ഏതോ ഒരു ട്രെയിനിൽ കയറി മറ്റെവിടെയോ പോയി ഇറങ്ങുകയാണ്. അന്ന് രാത്രി എവിടെയോ ഒരു സ്ഥലത്ത് അവൻ ഇരുന്നിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി അവനെ എടുക്കാനായിട്ട് വരുന്നത്. അത് നീന എന്ന് പേരുള്ള ഒരു കുട്ടിയായിരുന്നു. അവളുടെ വീട്ടിലെ ഫാമിലാണ് നമ്മുടെ ഫെർഡി കയറി പോയിരുന്നത്. ഇവിടെയാണെങ്കിലോ അവർ പൂക്കളുടെ തോട്ടമൊക്കെ നോക്കി നടത്തുന്നുണ്ട്. അങ്ങനെ നീനയുടെ അച്ഛന്റെ സമ്മതത്തോടുകൂടി ഫെർഡിയെ അവൾ നോക്കി വളർത്താനായിട്ട് ആരംഭിച്ചു. അവിടുത്തെ പൂക്കളുള്ള ആ അന്തരീക്ഷം തന്നെ ഫെർഡിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ നീനയോട് കളിച്ചും ചിരിച്ചും നമ്മുടെ ഫെർഡി വളർന്നുകൊണ്ടിരുന്നു. അവളുടെ പൊന്നോമനയായിരുന്നു ഫെർഡി. അവന്റെ കൂടാതെ തന്നെ പോക്കോ എന്നുള്ള ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയും കൂടി നീനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫെർഡി വളർന്ന് ഒരു ഉഗ്രൻ ഉഷിരൻ കാളയായിട്ട് മാറിയിരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുമെങ്കിലും അവന്റെ മനസ്സ് അത്രയ്ക്ക് ലോലമായിരുന്നു. പൂക്കളെ സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പാവം കാളയായിരുന്നു നമ്മുടെ ഫെർഡിനൻഡ്. ഈ അടുത്ത് നടക്കാനിരിക്കുന്ന ആനുവൽ ഫ്ലവർ ഫെസ്റ്റിനെ കുറിച്ച് ഫെർഡി പോക്കോയോട് പറയുകയാണ്. പക്ഷെ ഇത്തവണ നിന്നെ അവരെ കൂടെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നില്ല എന്ന് പോക്കോ പറയുമ്പോൾ പോകുമെന്ന വാശിയിലാണ് ഫെർഡി. നീനയുടെ അച്ഛനും ഇക്കാര്യമാണ് പറയുന്നത്. അവൻ ഒരുപാട് വളർന്നില്ലേ, ആളുകൾ അവനെ കണ്ട് പേടിച്ചാലോ? അതുകൊണ്ട് നമ്മുടെ ഫെർഡിയെ വീട്ടിൽ നിർത്തിയിട്ട് നീനയും അച്ഛനും പോക്കോയും ഫ്ലവർ ഫെസ്റ്റിന് പോവുകയാണ്. ഫെർഡി ആശിച്ചിരുന്നതായിരുന്നു, പക്ഷെ പോകാൻ കഴിഞ്ഞില്ലല്ലോ. കുറച്ചു നേരം ആലോചിച്ച് അവൻ തനിയെ പോകാമെന്ന് തീരുമാനമെടുക്കുകയാണ്. ടൗൺഷിപ്പ് അത്ര ദൂരെയൊന്നും അല്ലല്ലോ, പോയി കണ്ടേച്ചും വരാമെന്ന് ഫെർഡിയും കരുതുന്നു. പൂക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന അവന് ഈ ഫ്ലവർ ഫെസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ ഓരോ പൂക്കളുടെയും സ്മെല്ല് പിടിച്ച് നടക്കുന്ന അവനെ കണ്ട് ഒരു കൂട്ടം ആൾക്കാർ പേടിച്ചു. അവനെ കണ്ട് പേടിച്ച ആൾക്കാരെ കണ്ട് അവനും പേടിച്ചു. അങ്ങനെ പിറകിലോട്ടൊന്നും മറിഞ്ഞു വീണപ്പോഴേക്ക് ഒരു കടുന്നൽ അവനെ കുത്തി. പിന്നെ പറയണോ പുകില്, ആ ടൗൺഷിപ്പിൽ നല്ല വൃത്തിക്ക് അലങ്കരിച്ച് വെച്ചിരുന്ന സകല പൂക്കളും തൊട്ടികളും എല്ലാം തന്നെ ഫെർഡി നശിപ്പിച്ചു കളയുകയാണ്. അതിനിടയ്ക്ക് ഒരു കൊച്ചുകുട്ടിയുടെ തൊട്ടിൽ അവന്റെ കൊമ്പിൽ കുടുങ്ങി. പിന്നെ കുട്ടിയെ പിടിച്ചോണ്ട് പോയ ബീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവന്റെ പിറകെ വരാൻ തുടങ്ങി. അവനാണെങ്കിൽ ഒരു വയസ്സായ കിളവിയുടെ പാത്രക്കടയിൽ കയറി ഒളിച്ചിരുന്നിരുന്നു. പക്ഷെ അവിടെ നിന്ന് പാത്രം മുഴുവൻ തട്ടിപ്പൊട്ടിച്ച് അവനെ അവിടെ നിന്നും പോലീസ് പൊക്കുകയാണ്. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നമ്മുടെ ഫെർഡിയെ അവരെ പിടിച്ച് എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു. എന്നാൽ അവനൊരു പാവമാണെന്ന് പറഞ്ഞ് നീന വരുമ്പോഴും അവരാരും തന്നെ ആ കൊച്ചുകുട്ടിയുടെ കാര്യം കേട്ടിരുന്നേയില്ല. അങ്ങനെ ഫെർഡിയെ ഇവര് പിടിച്ചോണ്ട് പോവുകയാണ്. തന്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരേക്കാണ് അവരവനെ കൊണ്ടുപോകുന്നതെന്ന് ഫെർഡിക്ക് മനസ്സിലായി. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ എത്തിച്ചേരുന്നത് മറ്റെവിടേക്കുമായിരുന്നില്ല. എവിടെ നിന്നാണോ അവൻ പേടിച്ച് ഓടി വന്നത് അതേ കാളപ്പോരിന് പരിശീലിപ്പിക്കുന്ന ഫാമിലേക്ക് തന്നെയായിരുന്നു. ഈ 2 വർഷം കൊണ്ട് ഫെർഡി ഒരുപാട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാം ഉടമയ്ക്ക് ഇവിടെ നിന്ന് പോയിരുന്ന ആ കാളക്കുട്ടിയാണ് ഇതെന്ന് മനസ്സിലായില്ല. അവിടെ എത്തിയ ഫെർഡിക്ക് ലൂപ്പ് എന്ന ഒരാടിനെ ചങ്ങാതിയായി കിട്ടുകയാണ്. ഇവന്റെ മസിലൊക്കെ കണ്ട ലൂപ്പ് ഞാൻ നിന്നെ നല്ലൊരു പോരാളിയാക്കാമെന്ന് പറയുന്നു. പക്ഷെ ലൂപ്പിന് അവൻ ഇവിടുത്തെ പണ്ടത്തെ അന്തേവാസിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ബാക്കിയുള്ള കാളകളെ കണ്ടപ്പോൾ അവർ നേരത്തെ അറിയുന്ന പോലെ ഫെർഡിയോട് സംസാരിക്കുമ്പോഴാണ് ലൂപ്പും അക്കാര്യം മനസ്സിലാക്കുന്നത്.
അവൻ പോകുമ്പോഴില്ലാത്ത മക്വീൻ, ആംഗസ് എന്ന 2 കാളകളെയും ഫെർഡി പരിചയപ്പെടുകയാണ്. അവന്റെ എക്കാലത്തെയും ശത്രുവായിട്ടുള്ള വാലന്റൈൻ വന്ന്, ഓ നീ ഇവിടെ നിന്ന് ചാടിപ്പോയി മസിലൊക്കെ പെരുപ്പിച്ചു വന്ന ഞങ്ങൾ പേടിക്കൂ എന്ന് കരുതിയോ എന്ന് ഇവനെ ചുമ്മാ വെല്ലുവിളിക്കുന്നുണ്ട്. ഫെർഡിക്ക് പക്ഷേ അതിനോടൊന്നും തന്നെ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ലൂപ്പ് അന്ന് രാത്രി ഫെർഡിയോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. ഉറങ്ങുന്നതിന് മുൻപ് ഇവിടേക്ക് മുള്ളം പന്നികൾ വരും, അതൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ ലൂപ്പ് പറയുന്നു. പക്ഷേ ആ 3 മുള്ളം പന്നികൾ, അവരുടെ പേര് ഉന, ഡോസ്, ക്വിഡ്രോ എന്നായിരുന്നു. അവര് വന്നപ്പോൾ നല്ലവനായ ഫെർഡി അവർക്ക് ഭക്ഷണം അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ്. ഇത്രയ്ക്ക് നല്ല മനസ്സുള്ള കാളകളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവര് അന്തം വിട്ട് ചോദിക്കുന്നു. ഫെർഡി അവരെ പുറത്തിറങ്ങാനായിട്ടും സഹായിച്ചു. അന്ന് രാത്രി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ ഫെർഡിക്ക് തെറ്റി. ഇവിടെ ഈ ഫാമിനപ്പുറത്ത് ഇവര് രക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇപ്പോ കുതിരകളെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ 3 കുതിരകളാണെങ്കിൽ ഭയങ്കര അഹങ്കാരികളുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ ലൂപ്പ് ഇവിടേക്ക് ഇന്ന് കാളപ്പോരിന് കാളകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ കെങ്കേമനായിട്ടുള്ള കാളപ്പോരുകാരനാണ്. അയാൾ വിരമിക്കാൻ പോവുകയാണ്. അവസാന പോരിനായിട്ടുള്ള കാളയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അയാൾ വന്നിരിക്കുന്നത്. പുള്ളിയുടെ പേര് പ്രിമീറോ എന്നായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള കാളകളെ റിങ്ങിലേക്ക് വിടാൻ പ്രിമീറോ പറയുന്നു. എന്നാൽ പേടിത്തൊണ്ടനായിട്ടുള്ള നമ്മുടെ ഫെർഡി ഉണ്ടോ പോരിനായിട്ട് ഇറങ്ങുന്നു. അവൻ അവിടെയും ഇവിടെയും ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. പോരാത്തതിന് പോരിനിടയ്ക്ക് പരിക്ക് പറ്റിയ കാളകളെയാണെങ്കിൽ അവൻ സംരക്ഷിക്കാനും പോകുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗൂപ്പിന്റെ കാര്യം എടുക്കാം. ആള് പറയാനൊക്കെ നല്ല അടിപൊളിയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ പേടിക്കാൻ പാകത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ അവൻ അപ്പത്താല കറങ്ങി വീഴും. അങ്ങനെ ഗൂപ്പിനെ ഫെർഡി രക്ഷിച്ചതിന്റെ പേരിൽ ആ പോരും കുളമായി അവശനായിരിക്കുന്ന ഗൂപ്പിനെ അവർ അറവുശാലയിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു സമ്പ്രദായമുണ്ടെന്ന് വാലന്റൈൻ പറയുമ്പോഴാണ് ഫെർഡി മനസ്സിലാക്കുന്നത്. അന്ന് രാത്രി ഗൂപ്പിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ബോൺസ് അവനെ പറ്റി ആലോചിച്ച് കരയുകയാണ്. ഇവിടെ ഈ അടുത്തായിട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. ആവശ്യമില്ലാത്ത മണ്ടന്മാരായിട്ടുള്ള കാളകളെ അവര് അറവുശാലയിലേക്ക് പറഞ്ഞയക്കുമെന്ന്. പിറ്റേ ദിവസം പതിവ് പോലെ ഇവരെല്ലാവരും പരിശീലനത്തിലാണ്. എന്നാൽ നമ്മുടെ ഫെർഡി ആണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും പരിശീലനത്തിനായി തയ്യാറാവുന്നില്ല. അവൻ അവിടെയും ഇവിടെയും നോക്കി, അതുപോലെ പൂക്കളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആംഗസ് എന്ന ആ പുതിയ കാളക്കുട്ടൻ എനിക്ക് കണ്ണു കാണുന്നില്ല എന്ന് പറയുന്നത്. അവന്റെ മുഖത്ത് അവന്റെ മുടി തന്നെ മറഞ്ഞു കിടക്കുകയായിരുന്നു. അത് ശരിയാക്കി വെച്ചതോടുകൂടി ഫെർഡിയുടെ ഫ്രണ്ടായി ആംഗസും മാറുകയാണ്. ഇപ്പൊ ബോൺസും നമ്മുടെ ഫെർഡിയുടെ ഫ്രണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ലൂപ്പിനോട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന കാര്യം ഫെർഡി പറയുമ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കാളകളാണെങ്കിൽ, ഓ നിങ്ങൾ ഡാൻസ് കളിക്കാൻ വന്നതാണോ എന്ന് ഇവരോട് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്നു. ഫെർഡി ആണെങ്കിൽ വിട്ടുകൊടുത്തില്ല. കാളകൾ ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഫെർഡി ഡാൻസ് കളിക്കുന്നു. അവരുടെ കൂടെ ബോൺസും ആംഗസും ലൂപ്പും ചേരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന വാലന്റൈൻ ആണെങ്കിൽ, ഏയ് നിങ്ങൾ ഇവിടെ ഡാൻസും കളിച്ചു നിന്നോ, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പോരിന് ജയിക്കണം, നിങ്ങൾ ആരും ജയിക്കാൻ പോകുന്നില്ല, ഞാനേ ജയിക്കൂ എന്ന് വാലന്റൈൻ പറയുകയാണ്. പിന്നീടും അവരെല്ലാവരും പോരിന് പരിശീലിക്കാനായി പോയി. ഫെർഡി മാത്രം ലൂപ്പിനോട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി അന്ന് രാത്രി അവര് ആ മുള്ളം പന്നികളെ കൂട്ടിവിളിക്കുകയാണ്. എങ്ങനെയാണ് പുറത്ത് കടക്കേണ്ടതെന്ന് അവർക്കറിയാമല്ലോ. അങ്ങനെ അവിടെ നിന്നുള്ള ആ റിങ് വഴി രക്ഷപ്പെട്ട് അവിടുത്തെ ഓണറിന്റെ വീടുണ്ട്, അതിനുള്ളിലൂടെ വേണം ഈ ഫാമിന് പുറത്ത് കടക്കാനായിട്ട്. ആ വഴിയൊക്കെ മുള്ളം പന്നികൾ ഫെർഡിക്കും ലൂപ്പിനും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം പുറത്തെത്താനായപ്പോഴാണ് പോരിന് തോറ്റാലും ജയിച്ചാലും ആ കാളകളെ പിന്നീട് അറവുശാലയ്ക്ക് അയക്കുമെന്ന സത്യം നമ്മുടെ ഫെർഡിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടാ പോരാ, ഇവിടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് നമ്മുടെ ഫെർഡി തിരിച്ചുപോയി അവിടെയുള്ള കാളകളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നാൽ വാലന്റൈൻ ഇത് കേട്ട് ഫെർഡിയോട് ഫൈറ്റ് ചെയ്യുകയും അബദ്ധത്തിൽ വാലന്റൈന്റെ ഒരു കൊമ്പൊടിയുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ വാലന്റൈനെ ഇവിടെ നിന്ന് അറവുശാലയിലേക്ക് പറഞ്ഞയക്കാനും അതുപോലെ ഫെർഡിയെ അടുത്ത പോരിന് സെലക്ട് ചെയ്യുകയാണ്. എന്നാൽ ഫെർഡി ആണെങ്കിൽ അറവുശാലയിൽ പോയിട്ട് നമ്മുടെ വാലന്റൈനെ രക്ഷപ്പെടുത്തി ഇവർക്കെല്ലാവർക്കും ഒന്നിച്ച് രക്ഷപ്പെടാമെന്ന പ്ലാൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പോയി വാലന്റൈനെ രക്ഷപ്പെടുത്തുമ്പോൾ അവൻ പക്ഷെ വരാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ അന്ന് കൊണ്ടുപോയ ഗോപ്പും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും ഈ അറവുശാലയിൽ നിന്ന് ഗോപ്പിനെ കൂടെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോഴേക്ക് ഫെർഡി വാലന്റൈനെയും ഗോപ്പിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിച്ച് പുറത്തേക്ക് എത്തുകയാണ്.
ഫാം ഓണറുടെ വണ്ടിയൊക്കെ എടുത്ത് ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇത് കണ്ട് പ്രമീറോ ഞാൻ പറഞ്ഞ കാളയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ നാളെ റിങ്ങിൽ ഇറക്കുമെന്ന് പറയുന്നു. ഇവര് പോകുന്ന പോക്കിൽ പിറകെയായിട്ട് മറ്റവന്മാരും പിടിക്കാനായി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലൂപ്പാണ് ജഗപൊകയെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടയ്ക്ക് വെച്ച് ഇവരെ അവർ പിടിക്കേണ്ടതായിട്ട് വരികയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ഇവര് രക്ഷപ്പെട്ടു. അങ്ങനെ ഇവര് നേരെ പോകുന്നത് ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫേർഡി എന്ന ട്രെയിൻ പിടിച്ചിട്ടാണ് നീനയുടെ അടുത്തെത്തിയത്. അതേതാ സ്ഥലം എന്നൊന്നും അവൻ അറിയില്ല. ആദ്യം ട്രെയിൻ പോകുന്ന സ്ഥലത്തെത്തണം. അങ്ങനെ സിറ്റിയിലൂടെ ഈ കാളക്കുട്ടന്മാര് ഓടുന്നത് കണ്ട് നാട്ടുകാരെല്ലാവരും കിടുകിടാ വിറച്ചിരിക്കുകയാണ്. കാരണം നല്ല മല്ലന്മാരായിട്ടുള്ള കാളകളല്ലേ ഇവര്, പിന്നെ കണ്ട പേടിക്കാതിരിക്കുവോ? ഇപ്പൊ ഇവരൊരു ബസ്സിൽ കയറി പോകുന്നുണ്ട്. യാത്രക്കാരെല്ലാം തന്നെ ഒരിടയ്ക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഒരു ട്രെയിനിന്റെ ബോഗി പൊക്കി എടുത്തുകൊണ്ട് ആ ട്രെയിനിൽ അറ്റാച്ച് ചെയ്യിക്കാനായിട്ട് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫേർഡിയാണ് ഈ ബോഗി തള്ളിക്കൊണ്ട് പോകുന്നത്. എന്നാൽ തന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ആ ബോഗിയിൽ അറ്റാച്ച് ചെയ്യിപ്പിച്ചെങ്കിലും അവസാനം നമ്മുടെ ഫേർഡിയെ അവര് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് വലിയൊരു ന്യൂസായി. ഈ ന്യൂസ് നീന കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഈ കാളപ്പോര് നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഇന്ന് കാളപ്പോരുള്ള ദിവസമാണ്. പ്രമീറോ ഒരുങ്ങിക്കഴിഞ്ഞ് റിങ്ങിലേക്ക് ചെല്ലുകയാണ്. ഈ പുള്ളിക്കാരന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. കാരണം പുള്ളി പങ്കെടുത്ത എല്ലാ കാളപ്പോരിലും അതിവിദഗ്ധമായി കാളകളെ അയാൾ തോൽപ്പിക്കുമായിരുന്നു. നിന ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫേർഡി ഇപ്പോൾ റിങ്ങിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. അവർ ഇതുവരെ കണ്ട കാളകളെ വെച്ച് നോക്കുമ്പോൾ ഇവനൊരു ഭീരുവാണെന്ന് എല്ലാവർക്കും തോന്നും. കാരണം എത്ര തന്നെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഫേർഡി പക്ഷെ ഒരിടത്ത് മാറിയിരിക്കുകയാണ്. പിന്നീട് പ്രമീറോ അവനെ വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ വേദനിച്ച അവൻ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചു. എന്നാലും പ്രമീറോയെ അവൻ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് ആ റിങ്ങിൽ കിടന്നിരുന്ന ഒരു പൂവ് കണ്ട് അവൻ വീണ്ടും അവന്റെ പൂക്കളോടുള്ള സ്നേഹമോർത്ത് എന്ത് തന്നെ ആയിക്കോട്ടെ, താൻ തോറ്റുപോയിക്കോട്ടെ, തന്റെ കൂട്ടുകാര് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് എന്തിനും തയ്യാറായി പ്രമീറോയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് കാണികളെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട പൂച്ചെണ്ടുകൾ അവർ ആ റിങ്ങിലേക്ക് എറിഞ്ഞുകൊടുത്തു. നിന അവിടേക്ക് ഓടിയെത്തി നമ്മുടെ ഫേർഡിയെ കെട്ടിപ്പിടിക്കുകയാണ്. അവന്റെ കൂട്ടുകാരെല്ലാവരും വരുന്ന സമയത്ത് ഫേർഡി ജയിച്ചിരിക്കുന്നത് കാണുന്നു. അതിനുശേഷം ആ ഫാമിന്റെ ഓണർ ഇവരെ എല്ലാവരെയും നിനയ്ക്ക് കൈമാറുകയാണ്. അങ്ങനെ നമ്മുടെ ഫേർഡിയോടൊപ്പം അവരുടെ സുഹൃത്തുക്കൾ യഥാർത്ഥ ജീവിതം എന്തെന്ന് കണ്ട് നിനയോടൊപ്പം ഈ ഫാമിൽ ജീവിക്കാനായി തുടങ്ങി. ഇത്തരത്തിലെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2017 റിലീസായ ഫെർഡിനൻഡ് എന്ന ഈ ഒരു അടിപൊളി മൂവി അവസാനിക്കുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടു പരിശീലിച്ച വഴികളിലൂടെ പോകാൻ നമുക്ക് തോന്നാറില്ല. ചിലർക്കെങ്കിലും വ്യത്യസ്തമായി സഞ്ചരിക്കാൻ തോന്നും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിലെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ നന്നായി പഠിക്കുന്നവരും മറ്റു കഴിവുകൾ ഉള്ളവരും ഉണ്ടാകും. പഠിക്കുക എന്നത് ഒരു കഴിവ് തന്നെയാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ മറ്റു കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കണ്ടേ? അതായത് ഒരു കുട്ടി നന്നായി പടം വരയ്ക്കുമെങ്കിൽ പടമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ നന്നായി പഠിക്കുകയും വേണമെന്ന് പറയുന്നതിൽ ഒരു ചെറിയ ന്യായക്കുറവില്ലേ? നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും പല കഴിവുകളാണ്. നമുക്കില്ലാത്തതിന്റെ പിറകെ പോകുന്നതിന് പകരം നമുക്കുള്ളത് എന്താണോ ആ വഴിയെ സഞ്ചരിക്കാൻ പഠിച്ചാൽ ജീവിതം എന്ത് എളുപ്പമാകും. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യൂട്ടോ. പാരന്റ്സ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ കാര്യമില്ലേ, ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിലൂടെ പുറത്ത് കളഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ മൂവി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതോ ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യാട്ടോ. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും, നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി മൂവീസ് ഏതൊക്കെയാണ്, ജസ്റ്റ് അതൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ ഇൻസിഡന്റിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.